വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇനി ഇരുന്ന് വീഡിയോ എടുക്കണത്. കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലൈക്ക് നമ്മളവിടെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷരുവിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഗൈസ്. ഷരുവിൻ്റെ കല്യാണത്തിന് ഒരുപാട് ഫങ്ഷൻ ഉണ്ടായിരുന്നു. അതായത് സംഗീതം ഉണ്ടായിരുന്നു, മെഹന്തി, തിരുവാതിര, കല്യാണം, ഇൻഫ്ലുവൻസേഴ്സ് പാർട്ടി, ബ്രൈഡൽ ഷവർ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതിനെല്ലാത്തിനൂടെ ഇട്ട ഡ്രസ്സുകളാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ദാ എൻ്റെ ഫേസ് കണ്ട. നിങ്ങളിപ്പം ചില വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് നല്ല വർക്കാവുന്നില്ല. കാരണം മേ ബി ഇത് സ്റ്റേബിൾ അല്ലാത്തൊരു വൈറ്റമിൻ സി സിറം ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 15% വൈറ്റമിൻ സി ഫേസ് സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 2 ഗ്ലാസ് എടുക്കുക, അതിനകത്തിട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ബീറ്റാഡിൻ സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ അത് നമുക്ക് മെഡിക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. അത് രണ്ടും ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഈക്വൽ ക്വാണ്ടിറ്റീസിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്നിലിപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു വൈറ്റമിൻ സി സിറം, എനിക്കങ്ങനെ വർക്കായെന്ന് തോന്നാത്തൊരു വൈറ്റമിൻ സി സിറം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒരു വ്യത്യാസവും ഇല്ല. അതിന് ശേഷം 15% വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യണം. സോ നിങ്ങൾക്ക് സഡനായിട്ട് തന്നെ കളർ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് ഇത് പെട്ടെന്ന് അങ്ങ് ട്രാൻസ്പെറൻറ്റ് പച്ചവെള്ളത്തിൻ്റെ കളറാകും. കാരണം വേറൊന്നുമല്ല, ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ സി സിറം ആയതുകൊണ്ടാണ്. സോ സ്റ്റേബിൾ വൈറ്റമിൻ സി സിറത്തിന് നല്ല ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. ആൻഡ് വൈറ്റമിൻ സി സിറത്തിന് ഇതിനകത്ത് 50% വൈറ്റമിൻ സിയും 5% നയസിനമൈഡും വരുന്നുണ്ട്. ഓവറോൾ കോംപ്ലക്ഷൻ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രേസി സിറാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സിറാണ്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സ്കിന്നിലൊരു ഗ്ലോ തരും. കുറച്ച് എമൗണ്ട് മതി, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്, നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം വൈറ്റമിൻ സി സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് 1% ഹയർലോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ്. 50 SPF വരുന്ന PA++++ വരുന്ന സൺസ്ക്രീനാണ്. സൺ ഡാമേജ് കുറയ്ക്കും. ആൻഡ് ഓൾസോ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ ഡെർമാക്കോയിൽ നിന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ 20,000 സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. ദാറ്റ് ഈസ് ഹെൽപ്പ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. പിന്നെ ഡെർമാക്കോയുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളിൽ അവൈലബിൾ ആണ്. ഗ്ലാമി 2025 എന്നുള്ള കോഡ് ടൈപ്പ് എടുത്താൽ നിങ്ങൾക്ക് 20% ഓഫ് ഡെർമാക്കോയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല, ഷരുവിൻ്റെ വീട്ടിലായിപ്പോയി. ഞാൻ ഇവിടെ പിക്ക് കൊടുത്തേക്കാം. ഇത് ബ്രൈഡൽ ഷവറിന് ഞങ്ങൾ ഇട്ട ഡ്രസ്സാണ്. ഞാൻ ഇട്ട ഡ്രസ്സാണ് ഇപ്പോൾ കൊടുത്തത്. ഞങ്ങൾ ഇട്ട ഡ്രസ്സാണ്. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ കളേഴ്സായിരുന്നു. പേസ്റ്റലാണ് ഞങ്ങൾ എല്ലായിടത്തും ഓരോ. അപ്പം എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഇത് സോഫ്റ്റ് ഓർഗാൻസയിൽ വരുന്ന മെറ്റീരിയൽ എടുത്തിട്ട് പ്രറ്റി പിങ്ക്, നമ്മുടെ എറണാകുളത്തുള്ള ബൊട്ടീക്കാണ് പ്രറ്റി പിങ്ക്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് തവണ അവരുമായിട്ട് കൊളാബറേറ്റ് ഉണ്ട്. ഒരുപാട് നല്ല നല്ല അനാർക്കലീസൊക്കെ ചെയ്ത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവർ ചെയ്ത് തന്നിട്ടുള്ളതാണ് ആ ഒരു ഡ്രസ്സ്. കയ്യിലില്ലാത്തതുകൊണ്ടാവും. നമുക്ക് ഓരോരുത്തരടുത്തും ഓരോരോ പാറ്റേൺ കൊടുത്തോളാം. ഷരു പറഞ്ഞ് ഈ സംഭവം ഫുള്ള് ഷരു സെറ്റ് ചെയ്താണ്. കളറ്, ഐഡിയാസ്, വാട്ടെവർ ഇറ്റ് ഈസ് എല്ലാം ഷരുവിൻ്റെയാണ്. അപ്പം എല്ലാം ലൈക്ക് എല്ലാ പ്ലാനിങ്ങും എല്ലാ സംഭവം ഷരുവിൻ്റെയാണ്. അപ്പം ഷരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണോ ലൈക്ക് പാറ്റേൺ, അതായത് ക്ലോത്തും മെറ്റീരിയൽ എല്ലാം അവൾ പറഞ്ഞു കൊടുത്തു. പാറ്റേൺ ഏതാണോ അത് ഓരോരുത്തർക്കും ഓരോരോ പാറ്റേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കുറച്ച് സ്ലീവ്ലെസ് ആയിട്ടുള്ള കുറച്ചൊരു കുറച്ച് എന്താ പറയുക എ ലൈൻ പ്രിൻ്റ് അല്ലെങ്കിൽ കുറച്ച് ഒരു ഫ്രോക്ക് ടൈപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഓരോരുത്തരും ഓരോ ടൈപ്പായിരുന്നു കേട്ടോ. ഫ്രോക്ക് ടൈപ്പാണ് പറഞ്ഞ്. ആക്ച്വലി സീരിയസ്ലി ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങളിന് എന്ത് സൂപ്പർ എന്നുള്ള രീതിയിൽ നിന്നു. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഡ്രസ്സായാലും എല്ലാം നല്ല മെറ്റീരിയലായിരുന്നു, ഇടാനും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ആക്ച്വലി ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര വാവുമായിട്ടുള്ള ഡ്രസ്സാണ്. എല്ലാം അടിപൊളിയാണ്. അപ്പം ഇതും ഒരു അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് നമ്മുടെ ബ്രൈഡൽ ഷവറിന് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് സംഗീതിന് ഇട്ട ഡ്രസ്സ് കാണിച്ചു തരാം. സംഗീതം എന്ന് പറയുന്നത് തീം ബ്ലാക്ക് ആയിരുന്നു. എല്ലാവരും ബ്ലാക്ക്. ഷരു, അന്തുചേനും പിങ്ക്. ഷരു ഒരു എന്താ പറയുക റാണി പിങ്ക്, ആ ഒരു പിങ്ക്. അന്തുചേട്ടൻ ഒരു എനിക്കത് കറക്റ്റ് പറഞ്ഞില്ല, ഒരു പിങ്ക് തന്നെ കുറച്ച് മൾട്ടി കളേഴ്സൊക്കെ പോലെ വന്നിട്ട് നൈസായിരുന്നു അവർ ഔട്ട്ഫിറ്റ്. അപ്പം അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ബ്ലാക്കാണ് പോയത്. അപ്പം ഞാൻ ഓൾറെഡി നമ്മളെല്ലാം പിൻട്രസ്റ്റ് ആണല്ലോ, പിൻട്രസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കാൻ പോയി.
ഇൻസ്റ്റാഗ്രാമിൽ ഏക ബ്രൈഡ്സ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അവരുടെയാണ് ഞാൻ സംഗീതിനും നമ്മുടെ മാരേജിനുള്ള ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. ബ്ലാക്ക് ഒരു ലൈക്ക് എന്താ പറയുക ലേസ് മെറ്റീരിയൽ വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ അകത്തെന്ന് പറയുന്നത് ഒരു ടോപ്പ് പോലെ ഒരു സ്ലിപ്പ് ടോപ്പിന്റെ ലെങ്തിൽ ഒരു ക്രോപ്പ് ടോപ്പിന്റെ ലെങ്തിൽ കൊടുത്തിട്ട് താഴോട്ട് ഫുള്ള് നെറ്റ് പോലെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് പാഡഡ് ആണ് കേട്ടോ. ഇതിങ്ങനത്തേക്കുള്ള എപ്പോഴും പാഡിട്ട് ചെയ്യാൻ നോക്കാം. ആൻഡ് ബാക്കിൽ ഇതാ ഒരു ഇങ്ങനെ കെട്ടൊക്കെ ബാക്കിലാണ് സിബ് വരുന്നത്. ഫുൾ സ്ലീവാണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞു എനിക്ക് സിമ്പിളായിട്ട് മതി. ഭയങ്കര ഓവർ ഇങ്ങനെ സ്റ്റോൺ എനിക്ക് ഇഷ്ടമല്ല. അത് എനിക്ക് വെച്ചാൽ എനിക്കിങ്ങനെ എപ്പോഴും ഡ്രസ്സ് സിമ്പിളാണ്. കാരണം എപ്പോഴും ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ആക്കാറുണ്ട്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് നല്ല പ്ലച്ചനുണ്ട്. ഞാൻ എപ്പോഴും സിമ്പിൾ ഡ്രസ്സാണ് പറയണത്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഫുൾ സ്ലീവാണ് വരുന്നത്. സീരിയസ്ലി നിങ്ങൾ എന്തെങ്കിലും പാർട്ടിയും ഫംഗ്ഷനൊക്കെ പറഞ്ഞാൽ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫുൾ സ്ലീവ്. ഇതാണ് ടോപ്പ് വരുന്നത്. എല്ലാത്തിൻ്റെ പിക്കും വീഡിയോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ആൻഡ് ആദ്യം ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ള പാൻറ് ഷറാറ പാൻറ്റാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നു എന്നുള്ള സത്യം അറിയണത്. പക്ഷെ ഡാൻസ് ഒന്നും പഠിച്ച് കളിച്ചില്ല, അത് വേറെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ നമ്മുടെ ആ ഒരു ലൈക്ക് ആ തൊട സൈഡ് ഇങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാവാട മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്ലെയിൻ ജോർജറ്റിൽ വരുന്ന ഒരു ബ്ലാക്ക് സ്കേർട്ടാണ്. ആക്ച്വലി ഇത് ഇതിൻ്റെ കൂടെ മാത്രമല്ല, ഇനി ഈ ഒരു സ്കേർട്ട് എനിക്ക് ഏതിൻ്റെ വേണ്ടോ കൂടെ പെയർ ചെയ്യാം. അത്രയ്ക്ക് നല്ലതാണ്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസാണ്. അത്യാവശ്യം നല്ല ഫ്ലയർഡായിട്ട് ഇറങ്ങണം. സിമ്പിളായിട്ടുള്ള സ്കേർട്ട്. ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വേസ്റ്റിൽ ഇതേപോലെ 3 ഹുക്കാണ് വന്നേക്കണത്. പിന്നെ സിബും വന്നിട്ടുണ്ട്. ഇതേപോലെ സിബ്. പിന്നെ ഡാൻസിൻ്റെ കാര്യം പറയണേ ഗൈസ്, അപ്പോഴും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ പറഞ്ഞതാണ്. കാരണം പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇവിടെ 31-ാം തീയതി ഒക്കെ പോയെങ്കിൽ ഒന്നിനുള്ള സമയം കിട്ടിയില്ല പഠിക്കാനൊന്നുമില്ല. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ 31-ാം തീയതി പോയി എനിക്ക് കല്യാണം പോലും കാണാൻ പറ്റില്ല. കാരണം ഭയങ്കര ബോഡി ഭയങ്കര വീക്കായിട്ട് ഛർദിൽ തല കറങ്ങി ഒരു സൈഡിൽ വീഴാൻ പോയി. ആകെ കുറച്ച് സീനായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അങ്ങനെയൊക്കെ സീനായിരുന്നു. കല്യാണം എനിക്ക് കാണാൻ പറ്റില്ല. അതാണ് കല്യാണം എനിക്ക് കാണാനേ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വശമായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശരുവിന് താലി കെട്ടണം, സിന്ദൂരം എണ്ണം കാണണമെന്ന് ഭയങ്കരമായിരുന്നു. ഞാൻ അവളെ ബ്രൈഡൽ അവളിങ്ങനെ ഒരുങ്ങി ഇറങ്ങണ കാണണമെന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം അതുകൊണ്ട് അത് എന്തോ കാണാൻ പറ്റിയില്ല. ഭയങ്കര ഇതായിരുന്നു. ഞാനിങ്ങനെ ഇമേജൊക്കെ ചെയ്യുന്നു. ശരി ഇങ്ങനെ ഒരുങ്ങി വരുമല്ലോ, നല്ല ചന്തം എന്നൊക്കെ പറഞ്ഞ് ഇമേജ് ചെയ്യുന്നു. ഒടുക്കത്തെ ഇമേജും കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. ബാക്കി റെഡ് സാരിയൊക്കെ കൊടുത്ത് കാണാൻ പറ്റും. അത് ഞാൻ എണീക്കാൻ വയ്യ. ഒരുവിധം ഞാനൊന്ന് ഓക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഓക്കെ ബാക്കി പറയണമെങ്കിൽ ഓക്കെ ഒന്നും പറയണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗീതിനിട്ടത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏക ബ്രൈഡ്സ് ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഞാൻ ID കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് മെഹന്തിക്ക് ഞാൻ ഇട്ടത് പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് ഞാൻ എറണാകുളത്ത് ഏതോ ഒരു സ്റ്റോറിൽ നിന്ന് എടുത്തതാണ് ആ ഡ്രസ്സ്. കാരണം മെഹന്തി ഫംഗ്ഷൻ അവള് ഇങ്ങനെ എന്താ പറയുക ഇത്ര ഭയങ്കര കിടിലായിട്ടൊന്നും ഉണ്ടാവും വിചാരിച്ചില്ല. ഞാൻ വീട്ടിനകത്താണ് ഇട്ട് മൈലാഞ്ചി, ഞാൻ നൈറ്റിയൊക്കെയാണ് ഇട്ടിരുന്നത്, ഇട്ട് മൈലാഞ്ചിടാന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് അറിയണത് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എനിക്ക് അതുണ്ടായിരുന്നു. അപ്പം സത്യമില്ല എനിക്ക് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബോഡി ഭയങ്കര വീക്കായി. എനിക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ട്. കാരണം ഇവിടെയും ഞാൻ ഉറങ്ങാതെയാണ് പോയത്. വെച്ചോ ഇപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നെ കാണുമ്പോൾ അറിയാൻ കഴിച്ച്. കാരണം ഞാൻ പറയാം ഇത് കാരണം ഞാൻ ഉറങ്ങാത്തതിൻ്റെ കാരണം വീട് പണി നടക്കുന്നുണ്ട് കഴിച്ച്. എനിക്ക് മൂട്ടിൽ തീയും വായിൽ പുകയുമാണ് ഗൈസ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നടക്കണമുണ്ട്. കുറച്ച് ഭയങ്കര ബോഡി ഭയങ്കര വീക്കായിട്ടാണ് ഇരിക്കണത്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഒരു കുർത്തിയൊക്കെ ഇട്ട് ഇങ്ങനെ പോയി ലിപ്സ്റ്റിക്കും മസ്കാര ഐലൈനറൊക്കെ ഇട്ട് പോയി അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അതായത് ഈ മെഹന്തി അതാണ് പിക്ക് കേട്ടോ. ഞാനൊരു സ്റ്റോറിൽ സ്ലീവ്ലെസ് ഒരു സ്റ്റോർ എടുത്താണ്. 900 ആ റേഞ്ചിലാണ് കേട്ടോ അത് വരണത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതുണ്ടായിരുന്നു തിരുവാതിര പൊള്ളിയായിരുന്നു കേട്ടോ. ഒരുപാട് തിരുവാതിര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. തിരുവാതിരയ്ക്ക് ഞാൻ ഇട്ടത് ഈ ഒരു പൊന്മാൻ നീല കളറ് ബ്ലൗസാണ്. ഈ ഒരു ബ്ലൗസും അസ്വി ചേച്ചി എനിക്കൊരു റെഡി ടു വെയർ സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിക്ക് കൊടുത്തേക്കാം. ആ സാരിയാണ് ഇട്ടത്. ഈ ഒരു റെഡി ബ്ലൗസാണ്. ആൻഡ് ഇത് മംഗലത്ത് ഞങ്ങളിവിടെ മംഗലത്ത് നെടുമങ്ങാട് മംഗലത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ എൻ്റെ
ചുരിദാർ, ബ്ലൗസ്, വാട്ടർ, നമ്മൾ കാർത്തികേൻ്റെ എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് ഇട്ടില്ല, അവിടെ എനിക്ക് അതവിടെ നിഷ ചേച്ചി സ്വന്തമായിട്ട് എല്ലാം ഡിസൈൻ ചെയ്ത് എനിക്ക് ചെയ്തു തന്നതാണ്. അപ്പം അവിടെയാണ് ഞാൻ ഫുള്ള് തയ്ക്കാനായാലും ബോഡി ഷേപ്പ് ചെയ്യാനും എന്തിനായാലും ഞാൻ അവിടെ നിഷ ചേച്ചിയുടെ അടുത്താണ് പോകണം. കാരണം ഭയങ്കര സൂപ്പറായിട്ട് സിമ്പിളായിട്ട് കിഡിലായിട്ട് ചെയ്തു തരും. അപ്പം ഇത് നിഷ ചേച്ചി സ്റ്റിച്ച് ചെയ്തതാണ്. സീരിയസ്ലി എനിക്ക് നിഷ ചേച്ചിയുടെ സ്റ്റിച്ചിങ്, നിഷ ചേച്ചിയുടെ മേക്കപ്പ് എല്ലാം ഒരു ഓൾ ഇൻ ഓൾ കിഡിലോസ്കിയാണ് ചേച്ചി. അപ്പോൾ അവിടെ ചേച്ചി ചെയ്തതാണ്. അവിടെ എനിക്ക് ചെയ്തതാണ് ഒരു കുഞ്ഞ് കപ്പ് ഇതൊക്കെ വെച്ചിട്ട് നൈസായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. നൈസ് ഡ്രസ്സാണ്. ബാക്കിൽ ഇതേണക്ക് വള്ളിയൊക്കെ ഉണ്ട്. കാരണം ബാക്ക് കുറച്ച് വൈഡായിട്ട് കുറച്ച് ഇറക്കപ്പോഴത്തേക്ക് എപ്പോഴും അത് ഇറക്കുന്ന മാത്രമല്ല ഇവിടെ ഞാൻ വൈഡാക്കിയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എപ്പോഴും കുറച്ച് വള്ളി കെട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കെട്ടിയാണ് ഇത് ഞാൻ കല്യാണി പോയി മെറ്റീരിയൽ എടുത്ത് ചേച്ചി കൊണ്ട് കൊടുത്ത് ചേച്ചി പിന്നെ ഇതെല്ലാം പാഡഡാണ്. ആ പാഡഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം. എന്ത് കോംപ്ലിമെൻ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇവിടെ നിന്നാ ഇങ്ങനെ അടിപൊളി നല്ല കളറൊക്കെ. ആക്ച്വലി മാരേജിന് ആദ്യത്തെ തീമെന്ന് പറഞ്ഞാൽ പേസ്റ്റലായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി എല്ലാം ഡ്രസ്സിനെല്ലാം കൊടുത്തതാണ് പേസ്റ്റൽ. പിന്നെ ഇൻറ്റിമേറ്റ് മീൻസ് ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ ഉള്ള വെഡിങ് അല്ലായിരുന്നു. അപ്പം നമുക്ക് എല്ലായിടത്തും പേസ്റ്റൽ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് പേസ്റ്റൽ ആയില്ല. കാരണം എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. ഞാൻ ഈ പേസ്റ്റലിൽ തന്നെ പോയി. ആക്ച്വലി ഇതൊരു പീച്ച്, ഒരു പിങ്ക് അണ്ടർ ടോണിൽ വരുന്ന ഒരു ദാവണി സെറ്റാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പട്ടുസാരി ഉടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് പട്ടുസാരി ഉടുക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പേസ്റ്റൽ കളറ് പട്ടുസാരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സ്, അതായത് യെല്ലോ, ഗ്രീൻ, പർപ്പിൾ, റെഡൊക്കെ എനിക്ക് ഭയങ്കര മെറൂൺ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ കളേഴ്സൊക്കെ. ഓക്കെ, അപ്പം ഈ ഒരു പേസ്റ്റൽ ഒരു ദാവണി സെറ്റാണ് പറഞ്ഞത്. എന്ന് പറയുന്നത് 3/4 സ്ലീവ്സിൽ എൻഡിൽ കുഞ്ഞ് ദൈതേണക്കത്തെ സ്റ്റോൺ വർക്കുകൾ വന്നിട്ടുണ്ട്. കുഞ്ഞ് വൈറ്റ് സ്റ്റോൺ വർക്ക്. ആൻഡ് നെക്ക് എന്ന് വന്നിട്ട് ഈ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക്. ഈ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്കാണ് പറഞ്ഞാൽ നെക്കിൻ്റെ അവിടെയും ഇതേ കണക്ക് കുഞ്ഞു ഡിസൈൻസ് വന്നിട്ടുണ്ട്. ബാക്ക് ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ബാക്കിൽ ഇതേ കണക്ക് ടാസൽസ് ഉണ്ട്, ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. സോ ഇതാണ് ഭയങ്കര സിമ്പിളായിട്ട്. ഈ സംഭവം ടിഷ്യൂ മെറ്റീരിയലാണ്. ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലും ഈ കളറും നല്ല ഭംഗിയാണ്. അതാണ് നല്ല ഭംഗിക്കുന്നത്. കാരണം വർക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കൊടുത്തിട്ട് ഈ ടിഷ്യൂ സെയിം മെറ്റീരിയലാണ് കേട്ടോ. ടോപ്പും നമ്മുടെ ആ ഒരു സ്കേർട്ടും സെയിം മെറ്റീരിയലാണ്. സ്കേർട്ടിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു ലേസിൻ്റെ ഒരു വർക്ക് പോയിട്ടുണ്ട്. സ്റ്റോൺ വർക്കാണ്. നൈസാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ്. ഫുൾ ഇങ്ങനെ ടിഷ്യൂ മെറ്റീരിയലാണ് വരുന്നത്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റ് ഇല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം നിനക്ക് ഇച്ചിരി വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു എടുപ്പായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ആൻഡ് വേസ്റ്റ് ഒന്നൊന്നുമില്ല. മീൻസ് സിമ്പിളാണ്. തുമ്പിൽ കണ്ട തുമ്പ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് പറയുക, ഈ കളറും ഈ മെറ്റീരിയലും ഈ കുഞ്ഞു വർക്കും വന്നപ്പോൾ തന്നെ ഭയങ്കര നല്ലതായി എനിക്ക് പേഴ്സണലി. ഗൈഷ്, ഇപ്പം നിങ്ങൾ ചോദിക്കുക ഞാനിപ്പോൾ പേഴ്സണലി ഏതാണ് ഇഷ്ടപ്പെടാത്ത, നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ കാണിക്കുള്ളൂ, ഇഷ്ടപ്പെടാത്ത ഞാൻ കാണിക്കാറുണ്ട്. അപ്പം ഞാൻ പച്ചപ്പള്ളം കേൾക്കാറുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഞാനും രേഷ്മ, അതായത് ഇക്ക ബ്രൈഡ്സിൻ്റെ ഓണർ രേഷ്മ ചേച്ചിയും കൂടെ ഞങ്ങളിരുന്ന് ആതങ്കുശലമായ ചർച്ചകളിലായിരുന്നു. അവിടെ ചെന്നിട്ട് മെറ്റീരിയൽ അങ്ങനെ കളർ ഇങ്ങനെ. കാരണം പേസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ചില കളേഴ്സ് അറിയാവും. വെള്ള, ഓഫ് വൈറ്റ്, എല്ലാ കളേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ പേസ്റ്റൽ കളേഴ്സ് ഇടുന്നേക്കാളും എപ്പോഴും ഡാർക്ക് കളേഴ്സിൻ്റെ ആളാണ്. സോ അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ ചർച്ചകൾക്ക് ശേഷം നമ്മൾ ഇത് സെറ്റ് ചെയ്തു. ഈ കളർ എനിക്കങ്ങ് ആക്ച്വലി ഇതെന്താണെന്ന് അറിയാം, ഇത് ഫേസ് ബ്രൈറ്റൻ ആക്കുന്ന ഒരു കളറുണ്ട്. ഇത് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ബ്രൈറ്റനായി. ഇതാണ് ആക്ച്വലി ദ കളർ ഈസ് ദ കളർ ഓഫ് ദ ഇന്ത്യ. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് മറ്റേ ക്യാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതും എനിക്ക് അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ക്യാൻ. അതും നൈസാണ്. അതുകൂടെ ഇട്ടപ്പോഴാണ് ഇങ്ങനെ പൊഫന നൈസായിരുന്നു. ഷിറ്റ് ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, വീണു. ഭയങ്കര ക്ഷീണമായിരുന്നു. ഇങ്ങനെ പറയണ്ട എന്ന് പറയാതിരിക്കാൻ നല്ലത്, വീണുപോയി. അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷം വരണം. ഓക്കെ, ദുപ്പട്ട വന്നിട്ട് ഒരു സെമി ഓർഗാൻസ് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗാൻസ്, ഇങ്ങനെ എറിച്ച് ആൾക്കാർക്ക് ഇടിച്ചിടുന്ന രീതിക്കുള്ള ഓർഗാൻസ് അല്ല. ഈ ഷോളിൻ്റെ തുമ്പിലും ഫുള്ള് കവർ ചെയ്തിട്ട് പോയിട്ടുള്ളതെന്ന് വെച്ചാൽ എൻഡിലെല്ലാം ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു കുഞ്ഞ് സ്റ്റോൺ വർക്കാണ്. സീരിയസ്ലി
ഭയങ്കര ഇഷ്ടപ്പെട്ട്. നൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഒരു സംഭവമൊക്കെ നിങ്ങളുടെ എൻഗേജ്മെൻറ്റോ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ടോ. കാരണം അത്രയ്ക്ക് നല്ലതാണ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ അടുത്തുള്ള ആൾക്കാരുടെയൊക്കെ വെഡ്ഡിങ്ങിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുക നല്ല കളറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഈ കളർ എന്നല്ല, കസ്റ്റമൈസ് ചെയ്ത് തരും. നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും ബ്രൈഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ട്രിവാൻഡ്രത്ത് ശാന്തിനി എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിൽ നിന്ന് ഒരു ബൊട്ടീക്കുണ്ട്. അവർ ഒരിക്കൽ എനിക്കും ഉമ്മുക്കൊലുസിനൂടെ വേണ്ടിയിട്ട് ഒരു കൊളാബ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇത് ഫുൾ പാറ്റേണൊക്കെ അവളാണ് കേട്ടോ സെലക്ട് ചെയ്തത്, ഞാനല്ല. ഫുൾ അവളാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇത് ഞാൻ കാരണം റിസപ്ഷൻ ഇടാൻ ഞാൻ വിചാരിച്ചു സിമ്പിൾ എന്തെങ്കിലും ഇടാൻ. ഫസ്റ്റ് ചേച്ചി പറഞ്ഞു പൊളിക്കാം, നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു. പക്ഷെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിസപ്ഷന് പോകാൻ പറ്റില്ല. അന്ന് കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് ഞാൻ വെള്ളം വാളോ ഛർദ്ദിച്ച് നൈറ്റ് ആയപ്പോൾ പനി എന്ന് വെച്ചാൽ ഞാൻ കഞ്ഞിയെ കുടിച്ച് ഞാൻ അവിടെ കൊഞ്ചു പോലെ ആയിപ്പോയി എന്ന്. എനിക്ക് എണീറ്റൊന്നും ഇങ്ങനെ കൈ വെക്കുന്ന വെള്ളം വെക്കാൻ പറ്റില്ല. കാരണം പോയാൽ എവിടെയെങ്കിലും ചടഞ്ഞൂടി ഇരിക്കേണ്ടി വരും. പിന്നെ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി ചോദിച്ചുള്ളൂ ഇതാവും. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു വീട്ടിലിരിക്കണം. അങ്ങനെ വീട്ടിലിരുന്നു. ഇതാണ് ഡ്രസ്സ്. ഓക്കെ, ഇത് ഞാൻ പിക്ക് കൊടുത്തേക്കാം. വീഡിയോ ഉണ്ടാകുന്നതോ കാരണം അന്ന് എടുത്തതാണ്. ദുപ്പട്ട ഇതാണ് കേട്ടോ. ദുപ്പട്ട ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ഇടുന്ന ഇവിടെ ഇങ്ങനെ ഇടുന്ന ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട. ചുമ്മാ ഒരു ചെറിയ പേരിനൊരു ദുപ്പട്ട, അത്ര ഒരു ഷോള് ആൻഡ് ഒരു സ്കേർട്ടാണ്. ഒരു വൈൻ കളറിൽ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇച്ചിരി ഹെവി സ്കേർട്ടാണ്. മറ്റേ പോലെയൊക്കെ തന്നെ. അകത്തും ഒരു ക്യാൻ ടൈപ്പ് കുറച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു വൈൻ കളർ സ്കേർട്ടാണ് വരുന്നത്. പിക്ക് കൊടുത്തേക്കാം. ഇതാണ് ആക്ച്വലി ഞാൻ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ബേസിലി അറിയാലോ ഗൈസ്, ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ പറയല്ലോ ഇനി വയ്യാഞ്ഞിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇടാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ പിക്സ് ഒക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായി. ഇത് കഴിഞ്ഞിട്ട് ഇൻഫ്ലുവൻസേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു. അത് കല്യാണം കുറച്ചേരല്ലേ വിളിച്ചുള്ളൂ. അപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവരും കൂടെ വിളിച്ചിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആഫ്റ്റർ വെഡിങ്ങിന് ശേഷം അതിന് പേസ്റ്റൽ ബീച്ച് വെയറാണ് തീം ഉണ്ടായിരുന്നത്. അപ്പം ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഓർഡർ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു സാവന്നേന്നോ മിന്ത്രേന്നോ ഓർഡർ ചെയ്തിട്ട് ഒരു ബീച്ച് വെയർ കാഷ്വൽ ഔട്ട്ഫിറ്റ് ഇടാന്നാണ് വിചാരിച്ചത്. അപ്പം നടന്നില്ല. അങ്ങനെ പിന്നെ നേരെ എറണാകുളത്തുള്ള കൃതിയിൽ പോയിട്ട് അവിടെയാണ് ചെയ്തത്. ഈ ഒരു പ്ലെയിൻ പിങ്ക് പേസ്റ്റൽ പിങ്ക്. ഇത് ആക്ച്വലി കഴുകിയിട്ട് തേച്ചിട്ടില്ല. ഇവിടെ സ്റ്റീമർ ഇട്ട് വേണം തേക്കാൻ വേണ്ടി. അപ്പോൾ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത്. അവിടെ ഷരുവിൻ്റെ അവിടെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയതാണ്. എന്നിട്ടാണ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയ ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ പിക്കും വീഡിയോ ഇവിടെ കൊടുത്തേക്കാം. ഇതാണ് ഡ്രസ്സ് കേട്ടോ. ഇത് ഭയങ്കര നിങ്ങൾ തന്നെ കമൻറ്റ് ഉണ്ടായിരുന്നു നല്ല പിങ്ക് നല്ല രസമുണ്ട് ഇത് കൃതിന്ന്. ഞാനും അസ്വി ചേച്ചിനും കൂടെ വീഡിയോ ആണോ അത് കൊടുത്തേക്കാം. അത് ഞങ്ങൾ ഒരുമിച്ച് കൃതിന്ന് തന്നെ ചെയ്തതാണ്. സോ ഭയങ്കര പിങ്ക് പേസ്റ്റൽ പിങ്ക് നൈസ് ഡ്രസ്സായിരുന്നു. അടിപൊളിയായിരുന്നു. സ്ലിപ്സാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ലെയർ പോലെ ഒരു റാപ്പും സ്ലീവ്സിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണാൻ നൈസാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഡ്രസ്സുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് എല്ലാ പേജിൻ്റെയും ലിങ്ക് മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാൻ. ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിനക്ക് വെഡ്ഡിങ്ങും പാർട്ടി എല്ലാം എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു പിങ്കൊക്കെ ഇല്ലേ ബ്രൈഡൽ ഷവറിന് നിങ്ങൾക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇതിനൊക്കെ ഒരു കല്യാണം വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സീരിയസ്ലി ഗൈസ്, കല്യാണം ഉണ്ടല്ലോ ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഒരു കല്യാണം കൂടിയിട്ടില്ല. ഓക്കെ, കല്യാണം കൂടാലിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ വയ്യ. പറഞ്ഞാൽ ഭയങ്കര ഒരു ബാഡായി പോവും. പക്ഷേ ഇത്രയും നല്ല പോലെ സത്യം ഞാനും അസ്വീജിനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എടി താങ്ക്സ് എടി, ഇത്രയും നല്ലൊരു ഇതിൽ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിനും. അപ്പോൾ അവൾ പറഞ്ഞു പോടി എന്നൊക്കെ എന്നെ പറഞ്ഞു. കാരണം ഗൈസ് അത് ഭയങ്കര നല്ല അടിപൊളിയാണ്. അപ്പോൾ അതിലൊരു പത്താൻ പറ്റി തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ 31-ാം തീയതി മുതൽ ഞാൻ ഇവിടെ എത്തിയപ്പം 13-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. ഇത്രയും ദിവസം അവിടെ നിന്നിട്ടേ വന്നപ്പോഴേക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയിട്ട് ക്യാമ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഭാരമായിരുന്നു. നെഞ്ചിൽ ഭയങ്കര വിഷമമായിരുന്നു.
ഓക്കെ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് വൻ പണികൾ വീടിന് ഓട്ടം. പിന്നെ അതിന് ശേഷം ഞാൻ ഇരുന്നിട്ടില്ല. ഇന്നാണ് സത്യം സീരിയസ് ആയിട്ട് അമ്മയാണ് അതിന് ശേഷം ഇന്നാണ് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഓട്ടം വരുന്നു. അപ്പോൾ എല്ലാ അഡ്രസ്സും കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കല്യാണം വരും, നിങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ കല്യാണം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ചെയ്തിടുക, പൊളിയായിരിക്കും. സോ ഗൈസ് ടാറ്റാ ബൈ ബൈ.